പത്തനംതിട്ടയിലേക്കാണ്. AV ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്ന് അദ്ദേഹത്തിന്റെ വസതിക്ക് മുന്നിൽ നിന്ന് തത്സമയമുണ്ട്. ജയശങ്കർ, അവിടെ നിന്ന് നൽകാനുള്ള വിവരങ്ങൾ എങ്ങനെയാണ്? അവിടെ ഇപ്പോൾ സുരക്ഷയൊക്കെ ഉണ്ടോ? എന്തൊക്കെയാണ് സാഹചര്യം? രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പുതിയ പരാതി, അത് പ്രത്യേക സംഘം തന്നെ അന്വേഷിക്കും. DGP ആ പരാതി കൈമാറിയിട്ടുണ്ട് എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. ഒപ്പം തന്നെ KPCCക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഹൈക്കമാൻഡ് നടപടി കൈക്കൊള്ളുക എന്ന നിർദ്ദേശം ഹൈക്കമാൻഡ് നൽകിയിട്ടുണ്ട് എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയും ഇപ്പോൾ 24 പുറത്തുവിടുകയാണ്. ജയശങ്കർ, പറയൂ. അതായത് അനുജ, ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നെല്ലിമുകളിലെ വീടിന് നിലവിൽ പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടില്ല. ആദ്യ ദിവസം SFIയുടെ ഉൾപ്പെടെ പ്രതിഷേധം കണക്കിലെടുത്ത് പോലീസ് ബാരിക്കേഡ് വെച്ച് വീടിന് സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു. പക്ഷേ നിലവിൽ ആ ബാരിക്കേഡുകൾ അതുപോലെ അവിടെ ഇരിക്കുന്ന സാഹചര്യമാണ്. അതിനപ്പുറത്തേക്ക് പ്രത്യേകമായി പോലീസ് വീടിന് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഈ അടൂരും പത്തനംതിട്ടയൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് SIT സംഘം വലിയ നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാഹുലിന്റെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ഉൾപ്പെടെയുള്ള ആളുകളെയാണ് നിരീക്ഷിച്ചു വരുന്നത്. കാരണം ഈ രാഹുൽ മാങ്കൂട്ടം ഇവരുമായി ബന്ധപ്പെടാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് ഇവരെ സർവൈലൻസിൽ നിലവിൽ വെച്ചിരിക്കുന്നത്. 2 ദിവസം മുമ്പ് ഈ ഫെനി നൈനാന്റെ വീട്ടിലും ഒപ്പം തന്നെ ഈ കേസിലെ 2ാം പ്രതിയുടെ സുഹൃത്തിന്റെ വീട്ടിലും SIT സംഘം എത്തി പ്രാഥമികമായി കാര്യങ്ങൾ തിരക്കി മടങ്ങിയിരുന്നു. അങ്ങനെ ഒരു സർവൈലൻസിലാണ് അടൂറും പരിസര പ്രദേശവും രാഹുലുമായി ബന്ധപ്പെട്ട ആളുകൾ എന്ന് പറയാം. ഒപ്പം തന്നെ ഈ ഫെനി നൈനാനുമായി ബന്ധപ്പെട്ട് ഇന്ന് കഴിഞ്ഞ ദിവസം ഉയർന്ന ആരോപണങ്ങളിൽ അദ്ദേഹത്തിന്റെ ഫെനിയുടെ ഒരു പ്രതികരണം അല്പസമയം മുമ്പ് വന്നിരുന്നു. അതായത് ഈ കാര്യങ്ങളെല്ലാം പോലീസ് അന്വേഷിക്കട്ടെ, ആരോപണങ്ങൾ ഈ പരാതിക്കാരി തന്നെ തെളിയിക്കട്ടെ, വെല്ലുവിളിക്കുന്നു. പരാതിക്കാരിയെ കാര്യങ്ങൾ തെളിയിക്കാൻ വെല്ലുവിളിക്കുന്നു. പോലീസ് അന്വേഷിച്ച കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കട്ടെ. താൻ ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം പരാതിക്കാരി പറഞ്ഞതുപോലെ താൻ ആരെയും വാഹനത്തിൽ കൊണ്ടുവരികയോ എവിടെയെങ്കിലും കൊണ്ടുപോയി ആക്കുകയോ ചെയ്തിട്ടില്ല. ഇത്തരത്തിലൊരു ഹോം സ്റ്റേയിൽ ആരെയും കൊണ്ടുപോയൊരു ഓർമ്മ തനിക്കില്ല എന്നാണ് ഫെനി നൈനാൻ പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.